കൊച്ചി കലൂരിൽ കാറിന് തീപിടിച്ചു. കലൂർ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ അണച്ചു. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, നിലവിൽ ആർക്കെങ്കിലും പരിക്കുകളുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? ആളപായമുണ്ടോ? കൊച്ചി കല്ലൂരിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി ഇപ്പോൾ തീ അണച്ചിരിക്കുകയാണ്. പൂർണ്ണമായും ശാന്തമായിട്ടുള്ള ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിനാണ് തീ പിടിച്ചത് എന്നടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ദൃക്സാക്ഷികളടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ വാഹനം ചലിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് തീ പടർന്നത് എന്നാണ് ഈ ദൃക്സാക്ഷികളടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ വാഹന ഗതാഗതം ഉള്ള സമയത്താണ് ഈ ഒരു തീ പിടിച്ചതെങ്കിലും മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ ഈ തീ പടർന്നിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. റോഡിന്റെ മധ്യഭാഗത്ത് ഡിവൈഡറിനോട് ചേർന്നായിരുന്നു വാഹനം കടന്നിട്ടുണ്ടായിരുന്നത്. ഈ വാഹനം കത്തി തുടങ്ങുമ്പോൾ തന്നെ വാഹനത്തിലെ ഒരു യാത്രക്കാരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇത് കത്തി തുടങ്ങുമ്പോൾ തന്നെ ഈ വാഹനക്കാരൻ ഇറങ്ങി ഓടിയെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഏതായാലും പൂർണ്ണമായും ഈ തീ അണച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ വാഹനം റോഡിൽ നിന്നും മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ വാഹനം കത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം രൂപപ്പെടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇനി ഈ വാഹനം പൂർണ്ണമായും തീ അണച്ച സാഹചര്യത്തിൽ ഇത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തീ പടർന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഇനി വാഹനത്തിന്റെ സാങ്കേതിക തകരാറാണ് ഈ അപകടത്തിന് കാരണം എന്നതടക്കം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പൂർണ്ണമായും കത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആളപായം ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാറിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട വ്യക്തിക്ക് എന്തെങ്കിലും പരിക്കുകൾ വല്ലതുമുണ്ടോ? കൊച്ചി പോലുള്ള ഇത്രയും വലിയൊരു നഗരത്തിൽ തീ പിടിക്കുക എന്നത് തന്നെ വലിയൊരു വാർത്തയാണ്. എന്താണ് ആ വ്യക്തിക്ക് എന്തെങ്കിലും നിലവിൽ പരിക്കുകളുണ്ടോ? നിലവിൽ ആ വ്യക്തിക്ക് ഒരു പരിക്കുമില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. കാരണം ഈ വാഹനത്തിന് തീ പിടിക്കുന്ന അല്ലെങ്കിൽ വാഹനത്തിന് തീ പിടിക്കുമ്പോൾ തന്നെ ഇയാൾ ഇത് മനസ്സിലാക്കുകയും കാറിൽ നിന്ന് ഉടൻ തന്നെ ഇറങ്ങി ഓടുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളപായം ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാഹനത്തിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അയാൾ ഈ തീ പടർന്നത് കണ്ടപ്പോൾ തന്നെ ഈ കാറിൽ നിന്നും ഇറങ്ങി ഓടിയെന്നാണ് മനസ്സിലാക്കുന്നത്. കാർ എന്തായാലും പൂർണ്ണമായും കത്തിയിരിക്കുകയാണ്. മറ്റു ആളപായങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ റോഡിന്റെ മധ്യഭാഗത്താണ് ഈ കാറിന് തീ പിടിച്ചതെങ്കിലും മറ്റു വാഹനങ്ങളിലേക്കൊന്നും തീ പടരുന്ന ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ തീ പടരുന്ന സാഹചര്യമോ മറ്റ് ആളപായങ്ങളോ അല്ലെങ്കിൽ ആളപായങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ തീ പടരുന്നത് കണ്ടപ്പോൾ തന്നെ നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെത്തി ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. പൂർണ്ണമായും തീ അണയ്ക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാഹനം മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. കലൂർ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനാണ് തീ പിടിച്ചത്. നിലവിൽ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. കാറിലുണ്ടായിരുന്ന വ്യക്തിക്ക് പരിക്കുകളൊന്നുമില്ല, ആളഭയമൊന്നുമില്ല എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങളുമായി വിനയ രാജാണ് ഇപ്പോൾ പങ്കുചേർന്നത്.